അപ്പൊ നമസ്കാരം പിള്ളേരെ. അപ്പൊ നമ്മൾ കണ്ടത് ലാസ്റ്റ് ക്ലാസ്സിലെ റിക്വയർഡ് ആർഗ്യുമെന്റ് എന്താന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അല്ലെ. അപ്പൊ റിക്വയർഡ് അതിന്റെ നമ്പർ ഓഫ് റിക്വയർമെന്റ് എന്തൊക്കെയാണെന്നാണ്, എത്ര എണ്ണാണ് പാരാമീറ്റേഴ്സ് രണ്ട് സ്ഥലത്തും ഫംഗ്ഷൻ ഡെഫിനേഷനിലായാലും ഫംഗ്ഷൻ കോഡിങ്ങിലായാലും ഒരേ നമ്പർ ഓഫ് ആർഗ്യുമെന്റ് പാസ് ചെയ്യണം. ഒപ്പം അത് പാസ് ചെയ്യുമ്പോൾ അതിന്റെ പൊസിഷനും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ ചെയ്തുന്ന പ്രോഗ്രാം നിങ്ങൾ എഴുതി വെക്കാം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലത്തെ പ്രോഗ്രാമാണ്. ഞാൻ അതേപോലത്തെ വെച്ചു എന്നുള്ളൂ. നിങ്ങൾക്ക് ഞാൻ ചെയ്തെന്ന പ്രോഗ്രാമായിട്ട് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ വെച്ചാലും മതി. ഓക്കെ, ഇനി രണ്ടാമതെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കീവേഡ് ആർഗ്യുമെന്റ്. ആദ്യത്തെ റിക്വയർമെന്റ് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ പൊസിഷൻ ആർഗ്യുമെന്റ്, രണ്ടാമത്തെ കീവേഡ് ആർഗ്യുമെന്റ്. അപ്പൊ എന്താ കീവേഡ് ആർഗ്യുമെന്റ്? ഇൻ കീവേഡ് ആർഗ്യുമെന്റ് ദ കോളർ റെക്കഗ്നൈസ് ദ ആർഗ്യുമെന്റ് ബൈ ദ പാരാമീറ്റേഴ്സ് നെയിം. പാരാമീറ്ററിന്റെ നെയിം നോക്കിയിട്ടാണ് എന്തുണ്ടാവുക, ഇതിന്റെ എന്ത് നോക്ക, കോളർ ആരാണോ കോളർ അത് ഏത് നെയിമിലേക്കാണോ കൊടുത്തതെന്നുള്ളതാണ് കീവേഡ് ആർഗ്യുമെന്റ് നോക്കുക. ദിസ് ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ് ക്യാൻ ഓൾസോ ബി സ്കിപ്ഡ് ഓർ ഓൾസോ ബി ഔട്ട് ഓഫ് ഓർഡർ. ഇവിടെ ഏതെങ്കിലും ഒരു ആർഗ്യുമെന്റ് സ്കിപ്പായി പോയാലും ഇതിന്റെ ഓർഡർ തെറ്റിയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് പൈസാമില് വന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പ്രോഗ്രാമില് നമ്മൾ എന്താണ് നമ്മൾ പഠിച്ചത്, ഇവിടെ ഏതാണോ എത്ര എണ്ണം ഉണ്ടോ അത്ര എണ്ണം തന്നെ ഇവിടെ നിന്ന് അയക്കും വേണം. അയക്കണതിന്റെ പൊസിഷൻ കറക്റ്റ് ആവണം എന്ന് പറഞ്ഞു അല്ലെ. നേരത്തെ നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ നമ്മൾ ഈ നെയിം, ഏജ്, ലൊക്കേഷൻ അങ്ങോട്ട് തലതിരിച്ച് കൊടുത്തപ്പോ ഓട്ടോമാറ്റിക് 28 എന്നുള്ളത് സ്ട്രിംഗ് ആയി മാറി, നെയിം എന്നുള്ളത് നമ്പർ ആയി മാറി അല്ലെ. ആ രീതിയിലേക്ക് കൺവേർഷൻ നടന്നു. ഇനിയിപ്പോ ഞാനിപ്പോ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാണ്. ഇപ്പൊ ഈ സെയിം കാര്യം തന്നെ നമ്മൾ മാറ്റി മറിച്ച് കൊടുത്തു. ആദ്യം 28 കൊടുത്തു. ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അതിനുശേഷം ഞാൻ ലൊക്കേഷൻ ആണ് രണ്ടാമത് കൊടുത്തതെന്ന് വിചാരിക്കുക, BCA. അതിനുശേഷം ആണ് ഞാൻ നെയിം കൊടുത്തത്. കാരണം എനിക്കറിയില്ല അവിടുത്തെ ഈ ഓർഡർ ഏതായിരുന്നു എനിക്ക് അറിയാതെയാണ് ഞാൻ ചിലപ്പോ ഈ ഒരു ആർഗ്യുമെന്റ് ഇവിടുന്ന് പാസ് ചെയ്തതെന്ന് വിചാരിക്കുക. ഗീത ഒരു പേര് കൊടുത്തു, ഗീത എന്നുള്ള പേര് കൊടുത്തു. ഗീത എന്നുള്ള പേര് കോഡ്സിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. കോഡ്സിൽ കൊടുക്കും. ഓക്കെ, ഒന്ന് റൺ ചെയ്യാണ്. ഓക്കെ, റൺ ചെയ്തപ്പോ എന്ത് സംഭവിച്ചു, നെയിം എന്ന് പറഞ്ഞിട്ട് 28 പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഏജ് എന്ന് പറഞ്ഞിട്ട് എന്താ പ്രിന്റ് ചെയ്തിട്ടുള്ളത്, PCR ആണ് ഏജ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. ലൊക്കേഷൻ എന്ന് പറഞ്ഞ് എന്ത് പ്രിന്റ് ചെയ്തു, ഗീത എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതാകെ ഓർഡർ തെറ്റിപ്പോയി. ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ആർഗ്യുമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്, കീവേഡ് ആർഗ്യുമെന്റ്. അതായത് കീവേഡ് നോക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ 28 എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ് സത്യത്തിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഏജ് അല്ലെ. ഏജ് ഈക്വൽസ് 28. ഇനി PCR എന്താണ് നമ്മുടെ ആവശ്യം, ലൊക്കേഷൻ അല്ലെ. LOC ഈക്വൽസ് PCR. ഇതെന്താണ്, നെയിം അല്ലെ. നെയിം ഈക്വൽസ് ഗീത. അങ്ങനെ ഇതിന്റെ പേരെന്താണോ, അതായത് അതിന്റെ പാരാമീറ്ററിന്റെ പേരെന്താണോ ആ കീവേഡ് കൊടുത്തിട്ട് നമ്മള് ഇത് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും നോക്കാം. നേരത്തെ എന്താണ് 28 എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്തത് നെയിം ആണ്. PCR എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തത് ഏതാ, ഏജ് ആണ്. ഗീത എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തത് ലൊക്കേഷൻ ആണ്. ഇനി എന്താ സംഭവിക്കാൻ നോക്കാം. ഇപ്പൊ എന്ത് സംഭവിച്ചു, നമ്മള് ഗീത കൊടുത്തത് മൂന്നാമതായിട്ടാണ് കൊടുത്തത് പൊസിഷൻ നോക്കുകയാണെങ്കിൽ അല്ലെ. പക്ഷെ അവിടെ എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, കീവേഡ് നെയിം ഈക്വൽ ടു ഗീത എന്ന് പറഞ്ഞത് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ എന്ത് സംഭവിച്ചു, നേരെ ആദ്യത്തെ നെയിമിലെ ഗീത എന്നുള്ളത് പ്രിന്റ് ചെയ്തു. ഇനി നമ്മൾ ഏജ് കൊടുത്തത് ആദ്യമാണ് അല്ലെ. ശരിക്കും ഏജിന്റെ ലൊക്കേഷൻ എവിടെയാണ് രണ്ടാമത് കൊടുക്കണേ. പക്ഷെ ഏജ് കറക്റ്റ് നമ്മൾ ഏജ് ഈക്വൽ ടു 28 കൊടുത്ത കാരണം എന്ത് സംഭവിച്ചു, രണ്ടാമത് ഏജിൽ കറക്റ്റ് ഏജ് പ്രിന്റ് ചെയ്തു. ലൊക്കേഷൻ നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് രണ്ടാമതായിരുന്നു. ശരിക്കും എന്റെ പൊസിഷൻ ഏതാ, 3 ലൊക്കേഷൻ LOC എന്ന് പറഞ്ഞ് അയച്ച കാരണം കറക്റ്റ് ലൊക്കേഷൻ PCR എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തു. ഇങ്ങനെ കറക്റ്റ് നമുക്ക് ഓർഡർ, അതായത് പൊസിഷൻ ശരിയില്ല എന്നുണ്ടെങ്കിലും കീവേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ തരത്തിലുള്ള മെത്തേഡ്, കീവേഡ് ആർഗ്യുമെന്റ്. അപ്പൊ ഏതൊക്കെ നമ്മൾ പഠിച്ചു, ആദ്യം റിക്വയർഡ് ആർഗ്യുമെന്റ് പഠിച്ചു, അതിനുശേഷം രണ്ടാമത്തെ കീവേഡ് ആർഗ്യുമെന്റ് പഠിച്ചു. ഇനി മൂന്നാമത്തെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫോൾട്ട് ആർഗ്യുമെന്റ്. അപ്പൊ എന്താണ് ഡിഫോൾട്ട് ആർഗ്യുമെന്റ് എന്നുള്ളത് നോക്കാം. In default argument, we can assign a value to a parameter at the time of function definition. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു പാരാമീറ്ററിന്റെ വാല്യൂ നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ദിസ് വാല്യൂ ഈസ് കൺസിഡർഡ് the default value to
ദ പാരാമീറ്റർ. ആ വാല്യൂനെയാണ് അല്ലെങ്കിൽ ആ പാരാമീറ്ററിനെയാണ് നമ്മൾ ഡിഫോൾട്ട് പാരാമീറ്റർ എന്ന് നമ്മൾ പറയുന്നത്. If we do not provide a value to the parameter at the time of calling, it will not produce an error. അപ്പൊ അങ്ങനെ നമ്മൾ ഡിഫോൾട്ട് കൊടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ കോൾ ചെയ്യുന്ന സമയത്ത് ആ പാരാമീറ്ററിന്റെ വാല്യൂ അയച്ചില്ല എന്നുണ്ടെങ്കിലും എറർ വരില്ല. ഇൻസ്റ്റഡ് ഇറ്റ് വിൽ പിക്ക് ദ ഡിഫോൾട്ട് വാല്യൂ. എന്തുണ്ടോ കമ്പൈലർ എന്ത് ചെയ്യും? ഡിഫോൾട്ട് വാല്യൂ ഏതാണോ അത് പിക്ക് ചെയ്യും. ഓക്കെ, ഇങ്ങനെ തിയറി പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. നമുക്ക് പ്രോഗ്രാമിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, ലൊക്കേഷൻ ഉണ്ട് അല്ലെ. ഇവിടെ നമ്മൾ ഇതിലെ ഇപ്പൊ സപ്പോസ് ഈ ഏജ് നമ്മൾ അയക്കാതെയാണ് നമ്മൾ അയച്ചെന്ന് വിചാരിക്കുക. സംഭവം നമ്മൾ ലൊക്കേഷനിലേക്ക് നെയിമിലേക്ക് പാസ് ചെയ്തിട്ടുണ്ട്, ഏജിലേക്ക് ഒന്നും പാസ് ചെയ്തില്ല. എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് എറർ വരും അല്ലെ. കാരണം എന്താ? ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടുന്ന് പാസ് ചെയ്തേക്കുന്നത് 2 എണ്ണം ഉള്ളൂ. അപ്പൊ ഈ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് ഇപ്പൊ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്യേണ്ട സമയമാണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്കറിയാം ഡിഫോൾട്ട് ആയിട്ട് ഇപ്പൊ ഒരു 18 വയസ്സുള്ള കുട്ടികൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് വിചാരിക്കാം. അപ്പൊ ഡിഫോൾട്ട് ആയിട്ട് നമുക്കറിയാം യൂസറിന്റെ കയ്യിൽ നിന്ന് 18 എന്നുള്ള സാധനം വാങ്ങേണ്ട ആവശ്യമില്ല, ഏജ് വാങ്ങേണ്ട ആവശ്യമില്ല. ഡിഫോൾട്ട് ആയിട്ട് നമുക്കറിയാം അതിന്റെ വാല്യൂ 18 ആണെന്ന് അറിയാന്ന് വിചാരിക്കുക ഏജ്. ഞാനിപ്പോ ഏജ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ? നേരെ ഇവിടെ അതായത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, ലൊക്കേഷൻ ഉണ്ട്. അതിൽ ഏജ് ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ 18 ഇവിടെ കൊടുത്തു വെക്കാണെന്ന് വിചാരിക്കാം. അത് നിങ്ങൾക്ക് ഏത് ഇപ്പൊ നെയിം ആണെന്നുണ്ടെങ്കിൽ നെയിം കൊടുത്തു വെക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ ലൊക്കേഷൻ അടുത്ത ലൊക്കേഷൻ കാണിച്ചു തരാം. ഇപ്പൊ ലൊക്കേഷൻ തൃശ്ശൂർ ആണെന്നുണ്ടെങ്കിൽ അത് തൃശ്ശൂർ എന്നുള്ളത് കൊടുത്തു വെക്കാം. ഈ ഏജ് 18 ആണെന്നുണ്ടെങ്കിൽ 18 എന്നുള്ളത് കൊടുത്തു വെക്കാം. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് ഡിഫോൾട്ട് ആർഗ്യുമെന്റ് ആയി. ഈ ഡിഫോൾട്ട് ആർഗ്യുമെന്റിന്റെ വാല്യൂ നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യണം നിർബന്ധമില്ല. ഡിഫോൾട്ട് കാരണം ഓൾറെഡി അതിന് വാല്യൂ ഉണ്ട്. ആ വാല്യൂ കമ്പൈലർ എടുത്തോളും. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കിയോ. റൺ ചെയ്തപ്പോ എന്താണ് എറർ വന്നത്? ഇവിടെ നെയിം ഡിസ്പ്ലേ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ എറർ വന്നിട്ടുണ്ടല്ലോ. എന്താ നോക്കട്ടെ. ഓക്കെ, ഒന്ന് നോക്കട്ടെ കേട്ടോ. ഇതിന്റെ സിൻടാക്സ് വൈസ് ഒക്കെ കറക്റ്റ് ആണല്ലോ, ഒന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഇവിടെയാണ് എറർ വരുന്നത്. അതെന്താണെന്നറിയോ? ചില കമ്പൈലേഴ്സിനെ ഈ ഡിഫോൾട്ട് പാരാമീറ്റർ കൊടുത്തതിന് ശേഷം പിന്നെ ഇവിടെ കൊടുക്കാൻ പറ്റില്ല. അതായത് ഈ ലൊക്കേഷൻ തൊട്ട് ഇപ്പുറത്തേക്ക് കിട്ടാൻ പറ്റും. നെയിം കോമ LOC കോമ ഒന്ന് നോക്കി നോക്കാട്ടോ. നമുക്ക് വർക്ക് ചെയ്യുമെന്ന് അറിയില്ല, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. ചിലപ്പോൾ ഈ ചില കമ്പൈലറിനെയാണ് ഓക്കെ വർക്ക് ചെയ്ത്. അതായത് ചില കമ്പൈലറുകൾ ഉണ്ടല്ലോ ഈ ഡിഫോൾട്ട് പാരാമീറ്റർ ഏറ്റവും അവസാനം കൊടുക്കണം. ഇടയിൽ കൊടുക്കാൻ ചില കമ്പൈലേഴ്സ് ചിലപ്പോൾ സമ്മതിക്കില്ല. ഇത് ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തില് നേരത്തെ ഇതൊന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ റൺ ആവുണ്ടോ. അത് ചില കമ്പൈലറുകളുടെ വ്യത്യാസമാണ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക പരമാവധി. ഇതിപ്പോ ഞാനിപ്പോ പൈച്ചാമ്പ് എടുത്തിട്ടുള്ള പൈച്ചാമ്പില് ഇങ്ങനെ എറർ വരണമെന്നുണ്ടെങ്കിൽ ഒരുവിധം എല്ലാത്തിലും ഇതേ എറർ തന്നെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഡിഫോൾട്ട് പാരാമീറ്റേഴ്സ് എപ്പോഴും കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞു വന്നത്? നമുക്ക് ഇവിടെ 3 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എത്ര എണ്ണം ഇവിടെ പാസ് ചെയ്തുള്ളൂ? 2 എണ്ണേ പാസ് ചെയ്തുള്ളൂ. ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടും നെയിം എന്നും പറഞ്ഞിട്ട് പാസ് ചെയ്തുള്ളൂ. സാധാരണ ഇതിൽ എറർ വരേണ്ടതാണ് അല്ലെ. പക്ഷെ എന്തുകൊണ്ട് എറർ വന്നില്ല? ഏജിനുള്ള വാല്യൂ ഡിഫോൾട്ട് ആയിട്ട് 18 നമ്മളവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഡിഫോൾട്ട് ആയിട്ട് ഏജിലേക്ക് വേറൊരു വാല്യൂ ഇവിടെ നിന്ന് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് എന്തായിട്ട് എടുത്തോളും? ഏജ് 18 ആയിട്ട് എടുത്തോളും. അപ്പൊ നോക്കിയാൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തൃശ്ശൂര്, അത് 3ാമതായിട്ട് പ്രിന്റ് ചെയ്താണ്. 3ാമത്തെ തൃശ്ശൂര് പ്രിന്റ് ചെയ്തു. നെയിം എന്ന് വേണ്ടി ഗീത അയച്ചിട്ടില്ല. ഗീത ആദ്യം പ്രിന്റ് ചെയ്തതുകൊണ്ട് ഗീത നമ്മൾ 18 അയച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഓൾറെഡി ഇതിൽ നിന്ന് 18 എടുത്ത് പ്രിന്റ് ചെയ്തു. ഇനി നമുക്ക് അവിടെ ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഏജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അയക്കാം. ഏജ് ഈക്വൽ ടു 18 പകരം നമുക്ക് ഇപ്പൊ ഒരു 26 ആണ് നമ്മുടെ മനസ്സിലുള്ള ഏജ് എന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ 18 ഓവറൈറ്റ് ചെയ്തിട്ട് എന്തെടുക്കും? നമ്മൾ ഇവിടെ നിന്ന് അയച്ചാൽ, അതായത് ഇവിടെ നിന്ന് അയക്കുന്ന വാല്യൂനാണ് ഇപ്പോഴും പ്രാധാന്യം. ഇവിടെ നിന്ന് ഏത് വാല്യൂണ് അയക്കണമെന്നുണ്ടെങ്കിൽ ആ വാല്യൂ ആയിരിക്കും ഏജിലേക്ക് എടുക്കുക. ഇൻ കേസ് ഇവിടുന്ന് അയച്ചില്ലെങ്കിൽ തന്നെ ഡിഫോൾട്ട് ആയിട്ട് ഏത് വാല്യൂ ഇവിടുന്ന് എടുത്തോളും? ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ കൊടുത്തു വെച്ചിട്ട് ഡിഫോൾട്ട് പാരാമീറ്ററിന്റെ വാല്യൂ നമ്മൾ എപ്പോഴും എടുത്തോളും. അപ്പൊ ഇതാണ് 3ാമത്തെ മെത്തേഡ്, ഡിഫോൾട്ട് പാരാമീറ്റർ മെത്തേഡ്. ഡിഫോൾട്ട് ആർഗ്യുമെന്റ് മെത്തേഡ് അല്ലെങ്കിൽ ഡിഫോൾട്ട് പാരാമീറ്റർ മെത്തേഡ് എന്ന് പറയും. നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് വാല്യൂ കൊടുത്തു വെക്കുകയാണ്. അത് എപ്പോഴും ശ്രദ്ധിക്കുക, ഏറ്റവും അവസാനമായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പാരാമീറ്റർ ലിസ്റ്റ് ആർഗ്യുമെന്റ് ലിസ്റ്റ് ഇടുമ്പോൾ ഏറ്റവും അവസാനമായിട്ട് വാല്യൂ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് കമ്പയറിനനുസരിച്ച് വ്യത്യാസം വരാം. എന്നാലും ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോയാൽ മതി. ഇവിടുന്ന് അയക്കുമ്പോൾ കണ്ടോ നിങ്ങൾ പൊസിഷൻ ശ്രദ്ധിച്ചോ? ഇല്ല. ആദ്യം അയച്ചത് ഏതാ? ആദ്യം അയച്ചത് TCR ആണ്.
സോറി ലൊക്കേഷൻ ആണ്. ലൊക്കേഷൻ ഇവിടെ രണ്ടാമതായിട്ട് കിടക്കണേ. നെയിം ഇവിടെ ആദ്യത്തായിട്ട് കിടക്കണേ. ഏജ് പിന്നെ മൂന്നാമതായിട്ട് കിടക്കണേ. ഏജ് ഇല്ലെങ്കിൽ തന്നെ ഇത് ഡിഫോൾട്ട് ആയിട്ട് എടുത്തോളൂ. ഇതാണ് ഡിഫോൾട്ട് പാരാമീറ്റർ. ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ ഈ എക്സാമ്പിൾ വേറെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. ടെക്സ്റ്റ് ബുക്കിന്റെ എക്സാമ്പിൾ ആണ്. നിങ്ങളത് നോക്കണ്ട. ഞാൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ ഇട്ടുന്നുള്ളൂ. പിന്നെ നമ്മളിപ്പോ ഈ പഠിച്ച എക്സാമ്പിൾ എഴുതി വെച്ചാലും മതി. ഓക്കെ. ഇനി നാലാമത്തെയാണ് നമുക്ക് വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ്. നാലാമത്തെ മെത്തേഡാണ് വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ്. എന്താന്ന് നോക്കാം. There are many cases where we are required to process a function with more number of arguments than we specified in the function definition. These type of argument known as variable length argument. ചിലപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്തേക്കാളും കൂടുതൽ നമുക്ക് ആർഗ്യുമെന്റ് പാസ് ചെയ്യേണ്ട സാഹചര്യം ചിലപ്പോൾ വന്നേക്കാം. ആ സമയത്ത് ഉപയോഗിക്കുന്നതാണ് വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ്. The name for these arguments are not specified in the function definition. ഇത് ഫംഗ്ഷൻ ഡെഫിനിഷനിൽ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റെഡ് ഓഫ് വി ക്യാൻ യൂസ് ആൻ ആസ്ട്രിക് സിമ്പിൾ, അതായത് സ്റ്റാർ സിമ്പിൾ ആണ് അതിന്റെ വേരിയബിൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ നോക്കി നോക്കാം. ഇത് വേണ്ട, നമുക്കിപ്പോ ഒരു നേരത്തെ ഒരു പ്രോഗ്രാം ആണെന്ന് വിചാരിക്കാം. അതായത് ഒരു സം ഓഫ് 3 നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കാം. അപ്പോ സം എടുത്തു. സം എടുത്തിട്ട് നമ്മള് എ കോമ ബി സാധാരണ ചെയ്യാറുള്ള ഇതങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ കോഡിയാണ് സം 10,20. ഇതിനുശേഷം ഇവിടെ നമ്മൾ എന്താണ് പ്രിന്റ് ചെയ്യുന്നത്? സി ഈക്വൽ സാധാരണ നമ്മൾ ചെയ്യാറുള്ള സാമ്പിൾ പ്രോഗ്രാം, നമ്മുടെ സ്ഥിരം സാമ്പിൾ പ്രോഗ്രാം ഇല്ലേ, സി ഈക്വൽ എ പ്ലസ് ബി. ഇവിടെ കോളാണ് ഞാൻ മറന്നു കണ്ടോ, ഞാൻ വരെ മറക്കുന്നുണ്ട്, അപ്പൊ നിങ്ങളും മറക്കാൻ സാധ്യത കൂടുതലാണ്. സി ഈക്വൽ എ പ്ലസ് ബി പ്രിന്റ് സി. ഇങ്ങനെ നമ്മൾ പ്രിന്റ് ചെയ്തു. നേരെ ഇവിടെ കോൾ ചെയ്തു, 10, 20 കോൾ ചെയ്തു. സ്വാഭാവികമായിട്ട് എന്റെ ആൻസർ കിട്ടും 30 കിട്ടും. 10ഉം 20 നമ്മൾ ഇവിടേക്ക് സെൻഡ് ചെയ്ത് 30 കിട്ടി. ഇനി ചില സാഹചര്യത്തില് യൂസർക്ക് അറിയുണ്ടാവില്ല, അതായത് ഇവിടെ 2 വാല്യൂ ആണ് കൊടുക്കേണ്ടതെന്ന് അറിയുണ്ടാവില്ല. ചില സാഹചര്യത്തിൽ ചിലപ്പോൾ നമുക്ക് ഒന്നിലധികം വാല്യൂസ് വീണ്ടും കൊടുക്കേണ്ടി വരും. 10, 20, 30, 40 ഇങ്ങനെ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ കൊടുക്കേണ്ട സിറ്റുവേഷൻ വരാം. ആ 2 നമ്പർ മാത്രമല്ല എപ്പോഴും ആഡ് ചെയ്യാണ്ടാവും അല്ലെ. നമ്മൾ കാൽക്കുലേറ്ററിലേക്ക് ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും 2 നമ്പർ മാത്രമാണ് ആഡ് ചെയ്യുക, അല്ല കുറെ നമ്പറുകൾ നമ്മൾ ആഡ് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടി ഇത് നടക്കോ? നമുക്ക് നോക്കിയാൽ റൺ ചെയ്ത് നോക്കിയാൽ എന്ത് സംഭവിച്ചു? എറർ സംഭവിച്ചു. കാരണം 10 എന്ന് പറഞ്ഞ ആദ്യത്തെ 10 എവിടേക്ക് ഓട്ടോമാറ്റിക് പൊക്കോളും? എ എന്ന് പറഞ്ഞ വാല്യൂലേക്ക് 10 പൊക്കോളും. 20 എന്ന് പറഞ്ഞ വാല്യൂ ഓട്ടോമാറ്റിക് എവിടേക്ക് പൊക്കോളും? ബിയിലേക്ക് പൊക്കോളും. 30 എന്ന് പറഞ്ഞ വാല്യൂ പാസ് ചെയ്തപ്പോ ആ 30ന് ഇവിടെ ഇരിക്കാനുള്ള ഒരു സ്പേസ് ഇല്ല, 40നും ഇരിക്കാനുള്ള സ്പേസ് ഇല്ല. ആ സാഹചര്യത്തെയാണ് നമ്മൾ എന്ത് ആർഗ്യുമെന്റ് ഉപയോഗിക്കുക? വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ് ഉപയോഗിക്കുക. വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാ? ഇവിടെ ഈ രണ്ടാമതായിട്ട് കാണുന്ന ബി ഉണ്ടല്ലോ, ഈ ബിക്ക് നമ്മളൊരു സ്റ്റാർ സിമ്പിൾ ഇട്ട് കൊടുക്കും. ഈ സ്റ്റാർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്തായി മാറി? ഇതൊരു വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ് ആയി മാറി. ഒപ്പം അതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേരിയബിൾ ലെങ്ത് എന്നല്ലാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സീക്വൻഷ്യൽ ഡാറ്റ ടൈപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഇത് സ്റ്റാർ ബി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? അത് ഓട്ടോമാറ്റിക്കലി അത് ഒന്നിലധികം വാല്യൂസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സി ഈക്വൽ ടു സി എന്ന് പറഞ്ഞ വേരിയബിൾ ഈക്വൽ ടു എ ടു. ഇനി ബിയിൽ നമ്മൾ ഇപ്പോ ഓട്ടോമാറ്റിക് എവിടേക്ക് പോയിട്ടുണ്ടാവും? ഈ 10 എന്ന് പറഞ്ഞ വാല്യൂ എവിടേക്ക് എത്തി? എയിലേക്ക് എത്തി. 20, 30, 40 ഈ 3 വാല്യൂ എവിടേക്ക് പോയിട്ടുണ്ടായിരിക്കും? കാരണം ബി ആണ് ഒന്നിലധികം വാല്യൂസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്, എക്ക് ഒരു വാല്യൂ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 10 എന്ന് പറഞ്ഞ വാല്യൂ ഓൾറെഡി എയിലേക്ക് എത്തി. 20, 30, 40 എന്ന് പറഞ്ഞ വാല്യൂ ഓൾറെഡി എവിടേക്ക് എത്തി? ബിയിലേക്ക് എത്തി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ ഒന്നാമതെങ്കിലും വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തെടുക്കുന്നുണ്ടെങ്കിൽ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നവര് അല്ലെ. ഓ ഐ ഇൻ ബി എന്ത് ചെയ്യാ? സി ഈക്വൽസ് സി പ്ലസ് ഐ. അതിനുശേഷം എന്ത് ചെയ്യാ? നേരെ ഇവിടെ പ്രിന്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ പ്രിന്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടണേ നമുക്ക് നോക്കാം. ഇവിടെ എന്താ? ഐ ഇൻ ബി ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. ഐ ഇൻ ബി അല്ല, നമ്മൾ ഐ ഇൻ ബി തന്നെയാണ് വേണ്ടത്. സി ഈക്വൽ ടു സി പ്ലസ് ഐ. ഒന്ന് ഞാൻ നോക്കിയോട്ടെ കേട്ടോ, അത് എപ്പോഴും വരണ ഒരു എററാണ് കേട്ടോ. കോളനിടാ ഞാൻ വരെ മറന്നു പോവാണ്. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കിയാൽ റൺ ചെയ്തു. ഇപ്പൊ എന്ത് സംഭവിച്ചു? 10 എന്നുള്ള വാല്യൂ എയിലേക്ക് വന്നു. അതിനുശേഷം ബിയിലേക്ക് ബാക്കി 20, 30, 40 എന്നുള്ള വാല്യൂ ബിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതൊരു ലൂപ്പ് വെച്ച് നമ്മൾ എടുത്തു. ഇത് സമയം അവസാനിക്കാറേ. തൊട്ടടുത്ത വീഡിയോയിൽ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾക്ക്.